താറ്റേക്ക് പോവാണ്. ഞാൻ താഴെ അടിച്ചത് ഇതാണ്. കുറച്ച് സാധനമുള്ള ഗൈസ്. ഇത് ഡ്രസ്സ്, ഇത് കഴിക്കാനുള്ള സ്നാക്സാണ്. കുറേ ദൂരം 10 മണിക്കൂറാണ്. എന്തെങ്കിലും ചവിട്ടി ഇരിക്കണ്ടേ? ആര് വരണ കാത്തിക്കാണ്. കുഞ്ഞാളെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പറ. ഓക്കെ, മേക്കപ്പ് ഒക്കെ ഇട്ടുണ്ട്, ബ്ലഷ് ഇട്ടുണ്ട്. കുഞ്ഞാൾക്ക് ഈ ഒരു ബാഗും ആ ഒരു ബാഗാണുള്ളത്. കുഞ്ഞോളെ ഭയങ്കര സേഫ്റ്റി ആയതുകൊണ്ട് ഛർദ്ദിക്കാനുള്ളത് ഇത് ചില്ലാറ. പിന്നെന്താ ടിഷ്യൂ, ഒരു കുഞ്ഞേ ബുക്കും പേനയും, പിന്നെ എൻ്റെ ഫോൺ, അമ്മയുടെ ഫോണും, പിന്നെ അമ്മയ്ക്ക് ജലദോഷമുണ്ട്, പിന്നെ ജലദോഷൻ്റെ കുടിക്കും തലവേദനയുടെ കുടിക്കും, പിന്നെ അത് ചട്ട ഇതിലാണ് തോന്നുന്നത്. ഞാൻ ടി വി എടുത്താലോ? പിന്നെ അത്ര വെച്ചിട്ട് പിന്നെ 60 രൂപ കൊണ്ടിട്ടുണ്ട്. ഞാൻ ടി വി എടുത്താലും ആലോചിക്കാം. അവരോട് കുത്തിച്ച് കാണാം. എങ്ങനെ ഐഡിയ? ടാബുണ്ട്, പക്ഷേ ചാർജ് നെറ്റ് ഉണ്ടാവില്ല. കാണാൻ പറ്റിയ നെറ്റ് ഉണ്ടാവില്ല. ആരാണ് കാണാൻ പറ്റും? ഞാനാണ് കുഞ്ഞോ. അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വൈകിട്ട് 5 മണിക്കാണ് പോയത്. അവിടെ പുലർച്ചെ 5 മണിക്ക് എത്തും ചെയ്തു. പിന്നെ ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തില്ല. ഞങ്ങൾക്ക് ഫ്രഷ് ആവും മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ റൂം ബുക്ക് ചെയ്തില്ല. ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല. അവിടെ നിന്നപ്പോൾ നല്ല തിരക്കില്ല. അതിൽ നിന്ന് വയ്യാണ്ടായിട്ടാണ്. പിന്നെ ഇതാണ് അവിടുത്തെ രഥം. ഇത് വെള്ളിയുടെ രഥം. ഇത് മരത്തിൻ്റെ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ നമ്മുടെ നാട് വിട്ടാൽ പോയി. ഇപ്പം നമ്മുടെ നാട് തന്നെ എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട ക്ഷീണമായി. നല്ല ചൂടും. പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഒരു നേരമായി. ഞങ്ങൾ 11:45 പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോഴേക്കും പുറത്തൊക്കെ ഫുള്ളായിട്ടാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വെച്ചിട്ട് തന്നെയാണ് പോണത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും കഴിഞ്ഞു കേട്ടോ. ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ കേരള ഫുഡ് കിട്ടുന്ന വല്ല സ്ഥലമുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു കടക്കാരൻ പറഞ്ഞവിടെ ഉണ്ട്, അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് ആദ്യം ജ്യൂസ് ഓർഡർ ചെയ്തു കേട്ടോ. അതൊക്കെ കുടിച്ച് അവർ പറഞ്ഞു 12:30 ഭക്ഷണം കിട്ടാനെന്ന് പറഞ്ഞു. അങ്ങനെ 12:30 ആയപ്പോഴേക്കും ഞങ്ങൾ തളർന്നു. എല്ലാവർക്കും വിശന്ന് എന്താ പറയുക, ആ നിലയ്ക്കായി. കുട്ടികൾക്കൊക്കെ ക്ഷീണമായിട്ടാണ്. അങ്ങനെ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു സദ്യ എല്ലാവരും പറഞ്ഞു അവിടുത്തെ ഭക്ഷണം നമുക്ക് പച്ചരിച്ചോറാവും, നമുക്ക് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ എല്ലാവരും. ഞങ്ങൾ അതുകൊണ്ട് ഇവിടുന്ന് ബ്രെഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്കിൽ കഴിക്കാം, പിള്ളേർക്കൊക്കെ ഇതൊന്നും പറ്റിയില്ല. എനിക്കും പറ്റില്ല കേട്ടോ. പച്ചരിച്ചോറൊന്നും നമുക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഇത് അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ഭക്ഷണം കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ റൂമിലേക്ക് നടന്നു കേട്ടോ. റൂമിലെത്തി. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് പിന്നെ വരാം കേട്ടോ.